കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു താങ്ക് യു. ഇക്കാലത്ത് ഇതൊക്കെയല്ലേ ഉപയോഗിക്കേണ്ടത്. ആ, ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം. ആ ഓക്കെ ശരി. എന്താണ് ആർച്ചത്? എന്ത്? നിന്നെ ഫേസ്ബുക്കിൽ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ പേര് വിളിച്ചിരുന്നല്ലോ. എന്താ? അത് ഫേസ്ബുക്ക് ലൈവാ. എന്ത്? ഇതൊന്നും സത്യേട്ടന് അറിയില്ലേ? സത്യേട്ടാ, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ള ആർക്കും ലൈവ് പോവാം. നമ്മളെ ഈ ലോകത്തുള്ള എല്ലാവർക്കും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നമുക്ക് അവരോട് പറയാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് വഴി നമുക്ക് പറയാം. മിക്കവാറും ലൈവിൽ തന്നെ കാണും. ആ വീഡിയോ അവിടെ തന്നെ കിടക്കും. അപ്പൊ എപ്പോ വേണമെങ്കിലും കാണാമല്ലോ. ആർച്ച ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ? എന്താ, ആളുകളൊക്കെ നല്ലതല്ലേ പറഞ്ഞേ? സത്യേട്ടാ, ഞാനൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലർക്കും എന്നോട് ചോദിക്കാനുണ്ടാവും. ഓരോരുത്തരോട് മറുപടി പറയുന്നതിലും നല്ലത് ഞാനൊരു ലൈവ് പോകുന്നതല്ലേ. അപ്പൊ എല്ലാവർക്കും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാലോ. ആർച്ച, ഈ വീഡിയോ ഒക്കെ ആരെങ്കിലും എടുത്ത് മിസ്യൂസ് ചെയ്യും. സൈബർ ക്രൈമിനെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ലോകത്തുള്ള മനുഷ്യരൊക്കെ ഇത് ചെയ്യുന്നതാ. സത്യേട്ടാ, പുതിയ ടെക്നോളജി വരുന്ന അത് ഉപയോഗിക്കാനാ. ദാ ഇത് നോക്ക്. ഞാൻ ലൈവ് പോയി. എത്ര കമന്റ്സാ നോക്ക്. എന്ന് മാത്രം നല്ലത് ആളുകൾ പറയുന്നേന്ന്. മതി മതി. സത്യേട്ടാ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പോലീസിനെ പറ്റിയും നിയമത്തെ പറ്റിയും ഒക്കെ ആളുകളോട് പറയാം ലൈവായിട്ട്. ആ യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നങ്ങ് പറയണം. ഒരു പ്രാവശ്യമേ പറയാൻ പറ്റൂ. ആർച്ച, നിന്റെ പഞ്ചായത്ത് പോലെ അല്ല ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദമില്ലാതെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ അപ്പൊ പണി പോവും. എനിക്ക് എന്തായാലും സന്തോഷമായി. എത്ര പേര് എന്റെ ലൈവ് കാണണ്ടേ. നോക്ക്, എത്ര ലൈക്കാ, എത്ര വ്യൂവേഴ്സാ നോക്ക്. ലൈക്ക് കിട്ടും. ഒരു പെണ്ണിനെ കണ്ട വായും പൊളിച്ചിരിക്കുന്ന കുറെ ഞരമ്പ് രോഗികളുണ്ടല്ലോ, അവർക്ക് വേറെന്താ പണി? മെമ്പറല്ലേ സാർ ഇവിടെ ഉണ്ടെങ്കിൽ? ഷോ, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മെമ്പർ കയറി അങ്ങ് സ്റ്റാർ ആയില്ലേ. പാപ്പച്ചന്റെ ചായക്കടയിലൊക്കെ മെമ്പറെ കുറിച്ച് പറയാനേ നേരമുള്ളു. ഞാൻ പറഞ്ഞു വന്ന് ഇന്നലത്തെ ഫേസ്ബുക്ക് ലൈവിന്റെ കാര്യം. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. നാട്ടുകാർക്ക് പ്രാന്തുണ്ടോന്നോ? എന്റെ സാറേ, ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ഫാഷൻ. സാറൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പഞ്ചായത്തിൽ 15 മെമ്പർമാരുണ്ട്. ഇവർക്ക് ആർക്കും തോന്നാത്ത കാര്യമല്ല നമ്മുടെ ഈ മെമ്പറിന് തോന്നിയത്. പവിത്ര, നമുക്ക് 2 രീതിയിൽ പ്രശസ്തി നേടാം. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിച്ചിട്ട്, അല്ലെങ്കിൽ വെറുതെ വളവള വർത്താനം പറഞ്ഞ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പ്രവൃത്തിയിലാണ്. ആണല്ലേ? പക്ഷെ സാറ് ചെയ്യുന്ന പ്രവൃത്തി നാട്ടുകാർക്ക് കൂടെ ഒന്ന് അറിയണ്ടേ? അതിനു വേണ്ടിട്ടല്ലേ ഈ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഉള്ളത്. അത് മാത്രമല്ല പവിത്ര, ഫേസ്ബുക്കിൽ ലൈവ് പോണെങ്കിൽ എന്തെങ്കിലും കാര്യം കൂടെ വേണ്ടേ? അത് വേണം. അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തവര് ഇങ്ങനെ ഒരേ മുടന്ന ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പവിത്രം കേട്ടിട്ടുണ്ടോ? അതെ, ആളുകൾക്ക് നല്ല അഭിപ്രായമാണോടാ? എന്റെ പൊന്നെ, അഭിപ്രായമാണോന്നോ? എന്നെ അഭിപ്രായമാണെന്നറിയോ? നാട്ടുകാരുടെ ഇടയിൽ അടുത്ത ഇലക്ഷന് മെമ്പർ തന്നെ ജയിക്കുന്ന. ചെറിയ നഗരങ്ങളിൽ എന്തോ അടി കണ്ടോണ്ടിരിക്കുന്നത്? നിനക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ലേ? ഒരു മിനിറ്റ് ചേച്ചി, ഫേസ്ബുക്ക് ലൈവ് ഒന്ന് കണ്ടു തീർത്തോട്ടെ. ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി ഇത് ആരുടെ ശബ്ദം? ആർച്ച ചേച്ചിയുടെ. അപ്പൊ ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ ആർച്ച ചേച്ചി ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി. പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട്. എന്റെ അമ്മ, എന്തൊരു ആൾക്കാരെ കണ്ടിരിക്കുന്നറിയാവോ? ഇതേ നോക്കിയേ. പിന്നെ ഇതല്ലേ ഇത്ര വലിയ കാര്യം? പിന്നെ വലിയ കാര്യമില്ലാതെ. ഒന്നാമത് പഞ്ചായത്തിലെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ആർച്ച ചേച്ചി ഇപ്പൊ സ്റ്റാറാണ്. ഫേസ്ബുക്കിൽ കൂടെ ഒരു ലൈവ് ഇട്ടിട്ട് സ്റ്റാർ ആവാൻ പോവുകയല്ലേ? നിനക്ക് വേറെ ഒരു പണിയില്ല, അത് മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ പണി എന്താന്ന് വെച്ചാ ചെയ്തേ. വലിയ കാര്യം പറഞ്ഞോണ്ട് വന്നേക്കും. ഓരോന്നൊക്കെ കാണുമ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞ ദേഷ്യമാണ് വരുന്നത്. ഷൈൻ ചെയ്യാൻ ഓരോരുത്തർ ഓരോ വേഷം കെട്ട് കാണിക്കും. അത് പൊക്കി പിടിക്കാനായിട്ട് കുറെ മനുഷ്യരും. എന്നാടി സംഭവം? ഉണ്ണിയാർച്ചയുടെ ഷോ തന്നെ. എന്റെ ഇച്ഛായ നേരിട്ട് ചെന്ന് ആളുകളെ വെറുപ്പിക്കുന്നത് പോരാഞ്ഞിട്ടെ ഇപ്പൊ ഫേസ്ബുക്കിൽ ലൈവ് പോയേക്കുന്നു. എന്തിനാന്നറിയോ? പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരായിട്ട് പങ്കുവെക്കാനാണത്രേ. എന്ത് പങ്കുവെക്കാനാ? കേൾക്കുമ്പോ തന്നെ അറിയാം, മൊത്തം തള്ളയിച്ചായ. അവര് പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം ഈ നാട്ടിലുണ്ടായ വികസനത്തിനൊക്കെ പറ്റിയിട്ടാ പറയുന്നത്. ഒരുപാട് പേര് കാണുന്നുണ്ട്. അതങ്ങനെ തന്നെ. നമ്മള് ലൈവ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരൊക്കെ അത് വന്ന് കാണും.
അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വികസനം നടക്കുന്നു എന്നറിയാൻ ആഗ്രഹമുള്ളവരും അത് കണ്ടിരിക്കും. അത് സ്വാഭാവികം. കാണുന്നവർക്കൊക്കെ അറിയാം മൊത്തം തള്ളാന്ന്. ഞാൻ ആലോചിക്കുന്ന ഇവർക്കൊരു നാണമില്ല ഇങ്ങനെയൊക്കെ വിളിച്ചു പോവാൻ. എന്തിനാടി നാണിക്കുന്നത്? ഇടി ഇക്കാലത്ത് ആർക്ക് വേണമെങ്കിലും ലൈവിന് പോവാം. നീ ലൈവ് പോവോ? ഞാൻ എന്ത് പറയാനാ ലൈവ് പോയിട്ട്? അത്താ എനക്ക് പറയാനൊന്നും ഇല്ല. പക്ഷേ ആ ഇച്ചായന് ലൈവ് പോവാലോ. ഞാൻ എന്നാ പറയും? പറയാലോ. ഹോസ്പിറ്റലിലെ കാര്യം പറയാം, അവിടെ ഇച്ചായൻ ചെല്ലുന്ന കാര്യം പറയാം, അവിടെ വരുന്നവരുടെ കാര്യം പറയാം, അവിടെ ഉള്ള മൃഗങ്ങളെ പറ്റിയിട്ട് പറയാം. മൃഗങ്ങളുള്ളവർക്കൊക്കെ അത് വലിയൊരു ഇൻഫോർമേഷൻ കൂടെ ആവും. ആണോ? അത് ശരിയാണല്ലോ. എനിക്ക് മനസ്സിലായോ? താല്പര്യമില്ല. അല്ല ചേച്ചി ഇനി ആഴ്ചയിൽ ഒരിക്കൽ ലൈവ് വരുമെന്ന് പറഞ്ഞ ആർച്ച ചേച്ചി അവസാനിപ്പിച്ചത്. ഇതിന് താഴെ പറഞ്ഞ കമന്റുകൾ എടുത്ത് കാണണം. എന്റെ അമ്മ ആർച്ച ചേച്ചിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. അത് വെറുതെ ആളുകൾ സോപ്പിടുന്നതാ. അതൊന്നും അല്ലേ ചേച്ചി, ഇക്കാലത്തെ സിനിമാ നടന്മാർക്ക് ഇല്ലാത്ത ഗ്ലാമറാണ് യൂട്യൂബുകാർക്കും ഫേസ്ബുക്കുകാർക്കും. ചേച്ചിക്ക് ഒരു ലൈവ് പോയിക്കൂടെ? എനിക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല. ചേച്ചിക്ക് സാറിന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ മൃഗാശുപത്രിയെ കുറിച്ച് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ചെയ്യാനായിട്ട്? അപ്പൊ ആളുകൾ ശ്രദ്ധിക്കും. വേണമെങ്കിൽ ചേച്ചിക്ക് സൈഡിലിരിക്കാം. പക്ഷെ ഇച്ചായ മൈൻഡ് ചെയ്തില്ല. ആ അപ്പൊ ചേച്ചിക്ക് താല്പര്യമുണ്ട്, സാറാണ് റെഡി അല്ലാത്തത്. ഞാൻ റെഡിയായിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു വിഷയം തന്നെ കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ എനിക്കറിയോ? ഈ മൃഗാശുപത്രിയിലെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്തിന്? ചേച്ചിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. അത് വെച്ച് ഫേസ്ബുക്ക് ലൈവ് പോയാ പോരെ? വീട്ടിലെ കാര്യങ്ങളാ? ആ ഫേസ്ബുക്കിൽ ലൈവ് പോവാൻ ഇന്ന കാര്യം വേണമെന്നൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മതി. ഉദാഹരണത്തിന് ചേച്ചി ആദ്യം സാറിനെ പരിചയപ്പെടുത്തുന്നു, പിന്നെ നമ്മൾ അടുക്കള കാര്യങ്ങള്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, പിന്നെ സാറിന്റെ ജോലിയെ കുറിച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായി തോന്നങ്ങ് വിളിച്ചു പറഞ്ഞാ മതി. ചേച്ചി ഒന്ന് നോക്ക്, സെറ്റായ നമ്മള് രക്ഷപ്പെടും. ഏറ്റാലേ പിന്നെ ആരാ? ചേച്ചി സ്റ്റാറാണ് ഇവിടുത്തെ. വന്ന് നോക്ക്. പെഹലാ നശാ പെഹലാ ഹുമാ നയ പ്യാര് ഹേ നയ ഇന്തിസാർ എന്തുവല്ല ശബ്ദം ഇച്ചാണ്ട്. കർ ലോ മേ ക്യാ അപ്നാ ഹാൽ. ആഹാ ഇച്ചായ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇൻട്രോയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ. ഇതാണ് ഇച്ചായന്റെ കുഴപ്പം. മുൻവിധി. മുൻവിധിയില്ല. നീ പറ. പറയട്ടെ. പറയടി മോളെ. നമുക്കേ ഒരു ഫേസ്ബുക്ക് ലൈവ് പോയാലോ? എന്തും പറഞ്ഞു? എന്ത് പറയണമെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നോളാം. ഇച്ചായൻ ആദ്യം ഒന്ന് സമ്മതിക്ക്. എന്റെ സമ്മതം എന്തിനാ? നീ ഫേസ്ബുക്ക് ലൈവ് പൊക്കോ. ഞാൻ ഒറ്റയ്ക്കാ. ആ അത് പറ്റൂല, ഇച്ചാനും കൂടെ വേണം. എനിക്ക് താല്പര്യമില്ല. എടി ഓഫീസ് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ എനിക്ക് അനുവാദം വാങ്ങണം. പിന്നെ പേഴ്സണൽ ആണെങ്കിൽ ഓക്കെ. ഇച്ചായ എന്ന് ആര് പറഞ്ഞ്? എന്തൊക്കെ പറയണമെന്നുള്ളത് ഇച്ചാരു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ചാരുവിനെ ആദ്യം തല്ലിക്കൊല്ലണം. ഇച്ചായ നമുക്കൊരു കുക്കറി ഷോ തുടങ്ങിയാലോ? എനിക്ക് കുക്കിംഗ് അറിയില്ല. ഇച്ചായൻ കുക്ക് ചെയ്യണ്ട, വെറുതെ എന്റെ കൂടെ നിന്ന് തന്നാ മതി. ഞാൻ പറയട്ടെ. ആദ്യം നമ്മള് രണ്ടുപേരെയും പരിചയപ്പെടുത്തണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചായന്റെ ജോലിക്കാര്യമൊക്കെ പറയണം. എന്നിട്ട് ഇച്ചായൻ എന്നെ പറ്റി പറയണം. ഞാൻ നന്നായിട്ട് പാചകം ചെയ്യും, ഞാൻ വെക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്, നല്ല സ്നേഹമുള്ള ഭാര്യയാണ്, ഇതുപോലത്തെ ഒരു ഭാര്യനെ കിട്ടിയത് എന്റെ സ്വർഗമാണ് എന്നൊക്കെ അങ്ങോട്ട് തട്ടി വിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചായനെ പറ്റി പറയും. ഇച്ചായൻ നല്ലൊരു ഡോക്ടറാണ്, ഭയങ്കര മനുഷ്യസ്നേഹിയാണ്, ഇച്ചായനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്നൊക്കെ ഞാനും അങ്ങ് തട്ടിവിടും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കമന്റ്സുകൾ ഇങ്ങനെ ശരശാന്ന് വരും. പിന്നെ അത് നമ്മൾ വായിക്കുന്നു, അതിന് മറുപടി കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ ഇച്ചായ. ഇത്രയുള്ള എന്നാ പിന്നെ നീ ഒറ്റയ്ക്ക് ചെയ്തു. സമ്മതിക്കിച്ചായ, സമ്മതിക്ക് പ്ലീസ്. നിനക്ക് ഇങ്ങനെ വന്നിരുന്ന് കെഞ്ചാ നാണമില്ലേ? നീ കൈയ്യട് എഴുന്നേറ്റടി. എന്തു ചോദിച്ചാ എനിക്കും ഇല്ല ആഗ്രഹങ്ങള്. എന്നാ ആഗ്രഹം? ഇച്ചാനൊക്കെ ആണെങ്കിൽ പുറത്തു പോയിട്ട് ആളുകളായിട്ട് ഇടപഴകാൻ ഒരുപാട് അവസരമുണ്ട്. ഇച്ചാന് മൃഗാശുപത്രിയിൽ പോകാം, ആർച്ചയ്ക്കാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോകാം. ഞാൻ ഈ വീട്ടിൽ കിടന്ന് നരകിച്ച് എന്റെ ജീവിതം അങ്ങ് തീരും. പ്ലീസ് ഇച്ചായ. സമ്മതിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്റെ പൊന്നു മക്കള് ലൈവിന് ഇരുന്നിട്ട് മണ്ടത്തരം ഒന്നും വിളിച്ച് പറയരുത്.
വാ തുറക്കത്തില്ല. ഇച്ചായൻ പറഞ്ഞു തരുന്ന എന്താണോ അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എല്ലാം റിഹേഴ്സൽ ചെയ്തിട്ടേ നമ്മൾ ചെയ്യും. ഉറപ്പ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ആ എന്നാ പോ. സമ്മതിക്കണം കേട്ടാ. ചേച്ചി ഒരു സംഭവം അറിഞ്ഞോ? എന്താ? അപ്പുറത്തെ ആലീസ് ചേച്ചി ഡോക്ടറെ ഫേസ്ബുക്കിൽ ലൈവ് പോവാൻ പോണെന്ന്. അവരോ? ആ ചേച്ചി ഫേസ്ബുക്കിൽ ലൈവ് പോയില്ലേ, അത് കണ്ടിട്ട് ആലീസ് ചേച്ചി ഡോക്ടറിന്റെ പിന്നാലെ നടക്കുക. ലൈവ് വേണോ അത് ഡോക്ടർ ഉണ്ടോ സമ്മതിക്കാൻ? അതിന് ഡോക്ടറെ സമ്മതം എന്തിനാ? ആലീസിന് ഒറ്റയ്ക്ക് ലൈവ് പോയിക്കൂടെ? ഞാൻ ഒറ്റയ്ക്കല്ലേ ലൈവ് പോയത്. അതിന് ആലീസ് ചേച്ചിക്ക് അതിനുള്ള വിവരം ഉണ്ടോ? ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതൊക്കെ പോട്ടെ, എന്നിട്ട് എന്തായി? അവസാനം ചേച്ചിയുടെ കരച്ചിൽ കണ്ടപ്പോ ഡോക്ടർ മനസ്സലിഞ്ഞു. ഡോക്ടർ പറയണ പോലെ പറയണമെന്ന് ആലീസ് ചേച്ചി സമ്മതിച്ച് കൊടുക്ക. ഡോക്ടർ സമ്മതിച്ച്. എന്താ അവര് ചെയ്യാൻ പോകുന്നത്? എന്തോ പാചക വിഷയമാണെന്ന് തോന്നുന്നു. ബെഡ്റൂമിന്റെ വാതിലടച്ചിട്ടാ പഠിപ്പിച്ചതേ, അതുകൊണ്ട് വ്യക്തമായിട്ട് കേട്ടില്ല. എന്തിനാ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നേ? ലൈവ് പോകുമ്പോ ലോകത്തിലുള്ള എല്ലാവർക്കും കേൾക്കാമല്ലോ. അതെ, ഡോക്ടർ ആലീസോട് ലൈവ് പോകാൻ പോകുന്നു. ഞാൻ അന്ന് ലൈവ് പോയപ്പോ സത്യേണ്ട എന്നോട് പുച്ഛമായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തർ ചെയ്യുന്ന കണ്ടോ? എന്നാ ഞാൻ പൊക്കോട്ടെ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആ മൃഗം ഇതൊക്കെ ചെയ്യുമെന്ന്. നീ എന്ത് ചെയ്യുന്നു അത് ചെയ്യാൻ നോക്കിയിരിക്കല്ലോ അവൻ. ആ ഇനി അത് പറഞ്ഞു. ഇനി കുശുമ്പും കുന്നായ്മയും കൊണ്ട് നടക്കാതെ എന്തെങ്കിലും ചെയ്ത് ആളാവാൻ നോക്ക്. കയ്യിലൊരു ഫോൺ ഉണ്ടല്ലോ. യൂണിഫോമിൽ അല്ലെങ്കിൽ വേണ്ട, ഈ വേഷത്തിലായാലും മതി. ദാ അവരിപ്പോ ലൈവ് പോകും. പോയിരുന്ന് കണ്ട് പഠിക്കാൻ നോക്ക്. ചെല്ല്. പിന്നെ അത് കണ്ട് പഠിക്കാൻ പോണ എന്റെ പട്ടി പോവും. സെറ്റായോ? പറയട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിരിക്കുന്നത് ഞങ്ങളൊരു കുക്കറി ഷോനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനാണ്. ആദ്യം ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആലീസ്. ഇതെന്റെ ഹസ്ബൻഡ് ഡോക്ടർ ജോർജ് കുട്ടി. ഹലോ. ഇനി നിങ്ങളോട് ഡോക്ടർ ജോർജ് കുട്ടി സംസാരിക്കും. ഞാൻ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എല്ലാവരും ദയവ് ചെയ്ത് ലൈവിൽ വന്ന് കമന്റ്സ് ഒക്കെ പറയുക. എന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പ്ലീസ് അതും തരിക. കമന്റ്സ് അയക്കണം എല്ലാവരും. ഇനി ഞാൻ എൻ്റെ അതർ പാർട്ട് മൈ ഡിയർ വൈഫ് ആലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. പക്ഷേ ഈ കല്യാണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആലീസാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആലീസിനെ പോലെ ഒരു വീട്ടമ്മ ഇത്രയും നന്നായിട്ട് ഒരു ഭർത്താവിനെ, അതായത് ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓക്വേർഡായിട്ട് തോന്നാം, പക്ഷെ അതൊരു സത്യമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ആലീസ് നോക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം, എനിക്ക് അമ്മയുടെ ആഹാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയുടെ ടേസ്റ്റ് മനസ്സിലാക്കി അതുപോലെ ആലീസ് വിത്തിൻ ഡേയ്സ് അത് പഠിച്ചിട്ട് എനിക്ക് അതുപോലെ ഉണ്ടാക്കി തരും. അതെ അതെ, എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ കൈകൊണ്ട് തന്നെ ഇച്ചാന് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വേലക്കാരിനെ പോലും വെച്ചിട്ടില്ല അല്ലേ ഇച്ചാൻ? അതെ. എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചായ ഉണ്ടാക്കുന്നത് ആലീസ് ഉണ്ടാക്കുന്നത് പാലിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ റേഷ്യോ കൃത്യമാണ്. തേയിലയും കടുപ്പും. പിന്നെ ഞാനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഏലക്കയും കൂടെ ചേർക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിക്കാം. ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം അല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അവര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതിലാണ് ഏറ്റവും വലിയ വീട്ടമ്മയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അവിടെ ഒരു വിഷയമേ അല്ല. നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഐ എം സോ ഹാപ്പി ദാറ്റ് ആലീസ് ഈസ് മൈ വൈഫ്. ഇനി ആലീസ് സംസാരിക്കും. ശരിക്കും പറഞ്ഞ ഒരു സെക്കൻഡ് മെസ്സേജ് വരുന്നു. ഹായ് നിങ്ങൾ രണ്ടുപേരും നല്ല രസമായിട്ടുണ്ട്, നല്ല കപ്പിളാണ്. ഓ താങ്ക് യു. ശരിക്കും പ്രസാദ് ഹായ് പ്രസാദ്. ബിനു ഹായ്. സിന്ധു എന്തോ പറഞ്ഞിട്ടുണ്ടോ? ഹലോ. ശരിക്കും ഇച്ചായൻ എന്റെ ദൈവമാണ്.
ഇച്ചാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷം കല്യാണം കഴിഞ്ഞ നാളിൽ ഇച്ചാനുമായിട്ട് ഞാൻ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അതാണ് വർഷങ്ങൾക്കിപ്പുറവും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആ സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ ഒരു നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു കാര്യത്തിന് പോലും വഴക്ക് പോലും ഇട്ടിട്ടില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഇച്ചാൻ എന്നെ നോക്കുന്നത്. അതിപ്പോ വീട്ടിൽ മാത്രമല്ല, ഇച്ചാൻ മൃഗ ഡോക്ടറാണ്, ഇച്ചാൻ ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇച്ചാൻ അവിടെയുള്ള ആളുകളോടാണെങ്കിലും അവിടെയുള്ള മൃഗങ്ങളോടാണെങ്കിലും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. അവിടെയുള്ള പോത്തിനോടും ആടിനോടും പശുവിനോടും അവിടെ വരുന്ന എല്ലാ മൃഗങ്ങളെയും ഇച്ചാൻ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞ എന്റെ ഭാഗ്യമാണ് ഇച്ചാനെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത്. ആ അത് കണ്ടപ്പോ തന്നെ മനസ്സിലായത്. എന്ത്? എന്തോ അറിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ അല്ല അത് വേറൊന്ന് അല്ല താഴ്ത്തണ്ട. അത് പോയി അത് പോയി. പോത്തിന്റെ കാര്യം എന്തോ പറഞ്ഞല്ലോ. ഇല്ല പോത്തിന്റെ കാര്യമല്ല, അത് വേറെന്തോ ആണ്. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആള് പോത്തിനെ പോലെ ഇരിക്കുന്നല്ലേ പറഞ്ഞത്? ഇല്ല അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലൈവാണ് അങ്ങനെ പറഞ്ഞത്. എന്ത് ഡീസന്റ് ആവാൻ? എന്ത് ലൈവ് ആണെങ്കിലും എന്താ കാര്യം? അടുത്ത് നിൽക്കുന്ന ആളെ പോത്തിനെ പോലാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞവനെ അപ്പനാണ്. നമ്മൾ സ്നേഹിക്കുന്ന കണ്ട എനിക്ക് എപ്പോഴും ഇങ്ങനെ തൊട്ടും പിടിച്ചു നോക്കി ഇരിക്കണം. നമ്മൾ തമ്മിൽ ഒരുമിച്ച് എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ദേഹത്ത് തൊടാതെ ഇരിക്കത്തേ ഉള്ളൂ. തൊട്ടിരിക്കുമ്പോൾ ഉള്ള ആ വാമത്തുണ്ടല്ലോ, അതാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് വെളിയിൽ പോയാൽ എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്റെ പൊന്നുമുള്ളേ. അപ്പൊ നമുക്ക് തിരിച്ചെത്തണമെന്ന് ആലോചിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കും നമുക്ക് തിരിച്ചെത്തണമല്ലോ. ഇനി നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകും. നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരു പുതിയ ഡിഷ് പരിചയപ്പെടുത്താനാണ്. ഈ ഡിഷ് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആൻഡ് ഓസം ഷെഫാണ് എൻ്റെ വൈഫ് ആലിസ്. നീ ഇനി ഡിഷിനെ കുറിച്ച് എന്ന് പറഞ്ഞേ. ഡിഷിനെ കുറിച്ചെന്ന് പറയാനായിട്ട് ഇച്ചായനെ ഏറ്റവും ഇഷ്ടം. ഹലോ ഡോക്ടർ, ഹായ്. അയ്യോ നിങ്ങളെ കാണാൻ നല്ല നമുക്ക് ഡിഷ് ഉണ്ടാക്കാം. ഇപ്പൊ ആരാ കമന്റ് ഇട്ടത്? എന്ത് കമന്റ്? ധന്യ. ആ ധന്യ എന്താ എഴുതിയേക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? ഡോക്ടറെ ഞാൻ മൃഗാശുപത്രിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഡോക്ടറെ ഞാൻ മൃഗാശുപത്രി പോകുമ്പോൾ എന്നും നോക്കാറുണ്ട്. ഡോക്ടറോട് സംസാരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നാൽ ഡോക്ടർ എന്നോട് സംസാരിക്കുമെന്ന്. ഹോസ്പിറ്റലിന്റെ അടുത്ത് ഈച്ചാനെ കാത്തു നിൽക്കുന്ന ധന്യ ഏതാന്ന് നീ കുക്കറി ഷോയിലോട്ട് പോടി. കുക്കറി ഷോയിലോട്ട് പോകാനാണ് നിൽക്കട്ടെ. ആദ്യം ഈ ധന്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നിൽക്കട്ടെ, ധന്യയുടെ കാര്യം പറ. സത്യം പറഞ്ഞ ഈ ധന്യ ഏതാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ലൈവ് ലൈവ് മണ്ണാൻ കട്ടെ. സത്യം പറഞ്ഞോ? എനിക്കറിയാം. ഈച്ചാനെ കാണാനായിട്ട് അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏതോ വൃത്തിയായിട്ട് റെസ്റ്റോറന്റിൽ പോയി ഒരുത്തി ഇവിടെ കാത്തു നിൽക്കും. വഴിവക്കി കാത്തു നിൽക്കും. എനിക്കറിയണം. പച്ചക്കറി അല്ല, എല്ലായിടത്തും ഞാൻ അറിയാം. എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് ഞാൻ അറിയും. കണ്ടല്ലോ, ഇതാണ് സ്നേഹം.